മഹാനായ ബാബുരാജ് നമ്മുടെ മലയാള സിനിമയ്ക്ക് ഈ ഗസലുകൾ നമുക്ക് സമ്മാനിച്ചത് നമ്മുടെ പി ഭാസ്കരൻ മാഷും ബാബുരാജും ചേർന്നുണ്ടായിരുന്ന ആ കൂട്ടായ്മയിലുണ്ടായ പാട്ടുകൾ. ഇന്ന് ഒരു മത്സരം ഉണ്ടെങ്കിൽ 100% ബാബുരാജിൻ്റെ പാട്ടായിരിക്കും പാടുക. മെയിലായാലും ഫീമെയിലായാലും അല്ല, അതൊരുപാട് കാലങ്ങളും അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മഹാ വ്യക്തിത്വത്തിൻ്റെ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ കഴിഞ്ഞു. നേരം വിളിച്ചു വന്നൊരു പാട്ട് പാടി. ആലപ്പി ഉസ്മാൻ എന്ന് പറയുന്ന തബലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ അന്നുണ്ട്. അദ്ദേഹം ഇന്നില്ല, 2 പേരും ഇല്ല. എനിക്ക് അങ്ങനെ ഒരു ദിവസം മുഴുവൻ അവിടെ കൂടെ എനിക്ക് വേണുവിനും അത് സാധിച്ചു. അത് മറക്കാൻ പറ്റാത്തൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുക ആ ഒരു നിമിഷത്തെ, ആ ദിവസത്തെ. എത്ര ഗംഭീരമായിട്ടാണ് ഹാർമോണിയം വായിക്കുന്നത്. ഓരോ പാട്ട് അദ്ദേഹം പാടി കേൾക്കുമ്പോൾ ഇതൊന്നും നമ്മളാരും പുറത്ത് കേൾക്കുന്ന പാട്ട് ഇങ്ങനെയല്ല എന്ന് തോന്നും. അത്ര സീരിയസ് ആയിട്ട് അങ്ങനെ പാടുമ്പോൾ അതിൻ്റെ ഒരു ഒന്നാമതിൽ കമ്പോസ് ചെയ്യുന്ന ആൾക്കാർക്ക് പാട്ട് പാടാൻ കഴിഞ്ഞാൽ, ഈ പാട്ട് പാടാൻ കൂടി കഴിയുന്ന ആൾക്കാർ കമ്പോസേഴ്സായാൽ ആ സുഖം വേറൊരാൾക്ക് കിട്ടില്ല. അത് മനസ്സിലാക്കേണ്ട വിഷയമാണ്. അത് പറഞ്ഞതിൻ്റെ കാരണം ബാബുക്ക പാടുന്ന പാട്ടുകൾ നമ്മൾ അനവധി പാട്ടുകൾ കേൾക്കുന്നു. പക്ഷേ ബാബുക്ക പാടുമ്പോൾ ആ ഫീലല്ല, ആ സുഖം വേറെ തന്നെ.